അങ്ങനെ ഇന്നലെ ഫ്രിഡ്ജിൽ കയറ്റിയ നമ്മളെ പുഴമാലാന കയ്യോടെ എടുത്തിട്ട് ഇതാ വെള്ളയിച്ച് വെച്ചിട്ടുണ്ട്. മുറിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഉണക്ക മാങ്ങ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ഇത് കഴിഞ്ഞ മാങ്ങ സീസണിൽ ഞാനും വസന്തമ്മയും ലേഖമ്മയും കൂടിയിട്ട് ചെത്തി ഉണക്കി ഡബ്ബയിൽ ഇട്ട് വെച്ചതാണ് കേട്ടാ. മാലാൻ എപ്പം കിട്ടിയാലും ഞാൻ കുറെ വർഷം പിറകോട്ട് പോകും. മുന്നേ എടാട്ട് വീട്ടിൽ ഉണ്ടാവുന്ന സമയത്ത് അനിയുടെ പ്രവാസ ജീവിതം പിടിഞ്ഞ് 2-3 വർഷം നാട്ടിൽ തന്നെ ഉണ്ടായിനി. എടാട്ട് വീടിന്റെ മുന്നിൽ തന്നെ പുഴയാന്ന്. സന്ധ്യ ആകുമ്പോൾ കൂട്ടുകാരന്മാരെല്ലാം കൂടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ പാതിരാത്രി ആയിട്ടുണ്ടാവും. എന്നാലും വരുമ്പോൾ കൊട്ട നിറയെ വലിയ മാലാനും കരിമീനെല്ലാം ഉണ്ടാവും. മാലാന്ന് വെച്ചാൽ ഇതുപോലെ അല്ലാട്ടാ, ഇതിന്റെ ഡബിൾ ഉണ്ടാവും ട്ടാ. അനിയുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഞാൻ അതിന് 1-2 എടുത്തിട്ട് പൊരിച്ച് അതും കൂട്ടി ചോറെല്ലാം കഴിച്ചിട്ട് ഉറങ്ങും. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതെല്ലാം ഓർക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നു. ഏതായാലും ഞാൻ നടുകെ മുറിച്ചിട്ട് പൊരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചക്ക് ഞാനും ലോകുട്ടനും മാത്രമേ ഇല്ലൂ ട്ടാ ചോറിന്. ബാക്കിയുള്ള മീൻ നമുക്കിന്ന് ഉണക്ക മാങ്ങിയെടുത്ത് കറി വെക്കാം. മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ഉണക്കമാങ്ങയില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. കറിയിലിടാൻ പച്ചമുളക് ഇല്ല എന്ന് പറഞ്ഞുതരാൻ ലോകുട്ടൻ വേഗം അപ്പുറം ലേഖമ്മേന്റെ അടുത്ത് പോയിട്ട് പച്ചമുളക് ഇതാ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് പച്ചമുളകാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. അതുകൊണ്ട് 3 മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ലൂ. പിന്നെ നമ്മൾ അരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നിളക്കി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇതാ നേരെ അടുപ്പിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. മീനൊന്ന് തിളച്ച് കുറുകി സെറ്റായി വരുന്ന സമയം കൊണ്ട് അരവ് തേച്ച് വെച്ച നമ്മളെ മാലാൻ മീനില്ലേ അതൊന്ന് പൊരിച്ചെടുക്കുക. പച്ചക്കറിയായിട്ട് ഇന്ന് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഇന്നലെ രാത്രിക്കാക്കിയ നമ്മളെ വറുത്തരച്ച സാമ്പാറില്ലേ അതും കൂടി ഉണ്ട്. മീൻകറി റെഡിയായി വന്നപ്പോ പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടു. തലേന്നത്തെ സാമ്പാർ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചോറിലേക്ക് സാമ്പാറും മീൻകറിയും മീൻ പൊരിച്ചതും എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ലോഗൂസും അങ്ങനെ ചോറിക്കാൻ വേണ്ടിട്ടിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടാ.